മകൻ വിളിച്ചപ്പോൾ വധശിക്ഷയെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ബന്ധപ്പെട്ടിരുന്നതായി മുരളീധരന്റെ അച്ഛൻ കേശവൻ. ഫെബ്രുവരി 14-ന് മകൻ വിളിച്ചപ്പോഴാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കാര്യം അറിഞ്ഞതെന്ന് മുരളീധരന്റെ അച്ഛൻ കേശവൻ. 2009 മുതൽ മകൻ അലൈൻ ജയിലിലായിരുന്നുവെന്ന് കേശവൻ പറയുന്നു. രാഷ്ട്രീയ നേതാക്കളും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവരെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ജയിലിൽ നിന്നും പുറത്തിറക്കാനായില്ല. UAE-യിലേക്ക് പോകുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. 2009-ൽ അലൈനിൽ വെച്ച് തിരൂർ സ്വദേശി മൊയ്തീനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുരളീധരന്റെ വധശിക്ഷ നടപ്പാക്കിയത്. അതേസമയം UAE-യിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ട 2 മലയാളികളുടെ കാര്യത്തിൽ കൂടുതൽ വിവരം ലഭിക്കുന്നത് കാത്ത് പ്രവാസി സംഘടനകളുമുണ്ട്. വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷിന്റെയും PV മുരളീധരന്റെയും അന്ത്യകർമ്മങ്ങൾക്ക് സൗകര്യമൊരുക്കുമെന്ന് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കുടുംബങ്ങൾക്കൊപ്പം ഇക്കാര്യത്തിൽ അംഗീകൃത അസോസിയേഷനുകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും കൂടി വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. UAE-യിലെ ഇന്ത്യൻ എംബസിയും ഇതുവരെ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷ് UAE പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് അറസ്റ്റിലായത്. മുഹമ്മദ് റിനാഷ് മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് സംഭവം നടന്നതെന്നും മുമ്പൊരു കുറ്റകൃത്യത്തിലും പങ്കാളിയായില്ലെന്നും ചൂണ്ടിക്കാട്ടി മാതാവ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ നയതന്ത്ര ഇടപെടൽ കൊണ്ട് റിനാഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. UP സ്വദേശിയായ ഷഹ്സാദി ഖാന്റെ വധശിക്ഷ UAE നടപ്പാക്കിയതിന് പിന്നാലെയാണ് 2 മലയാളികളുടെ കൂടി വധശിക്ഷ നടപ്പാക്കിയെന്ന വിവരം പുറത്തുവരുന്നത്.